നമസ്കാരം. ബംഗാളിലെ ഇപ്രാവശ്യത്തെ തോൽവി CPM സംസ്ഥാന നേതൃത്വത്തെയും അതോടൊപ്പം കേന്ദ്ര നേതൃത്വത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം പാർട്ടി ഒരു വലിയ തിരിച്ചുവരവിൻ്റെ പാതയിലായിരുന്നു. എന്തായാലും സീറ്റുകൾ ഇക്കുറി നേടുമെന്ന് തന്നെയായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ. അതിനുള്ള കാരണം പാർട്ടി പരിപാടികളിലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഇലക്ഷൻ പ്രചരണ രംഗത്തും മുമ്പെങ്കുമില്ലാത്ത പോലെ ജനങ്ങൾ പങ്കെടുത്തിരുന്നു. ഈ ജനക്കൂട്ടം തന്നെയാണ് CPMന് ഇത് വോട്ടാകുകയും തങ്ങൾക്ക് സീറ്റുകൾ ലഭിക്കുമെന്ന കരുതാനുള്ള കാരണം. എന്തൊക്കെ സംഭവിച്ചാലും മൂർഷിദാബാദിൽ പാർട്ടി സെക്രട്ടറി മുഹമ്മദ് സലീം വിജയിക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ. കാരണം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറുക എളുപ്പമാകുമെന്ന് പാർട്ടി വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇവിടെയും പാർട്ടി തോൽക്കുകയാണുണ്ടായത്. ഇതാണ് പാർട്ടിയെ കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതം നിലനിർത്താനും പാർട്ടിക്ക് സാധിച്ചില്ല. ഈ കനത്ത തോൽവിക്കുള്ള കാരണം അന്വേഷിക്കുകയാണ് ബംഗാൾ CPM പാർട്ടി നേതൃത്വം. എന്നാൽ ഔദ്യോഗികമല്ലാത്ത ചില കാരണങ്ങൾ ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതിലും കോൺഗ്രസ് CPM സഖ്യം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടെന്ന് മനസ്സിലാക്കിയ മമത കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ TMCയിലേക്ക് എത്തിക്കാനും CPMലേക്ക് പോകുന്നത് തടയാനും അവർക്ക് സാധിച്ചു. അങ്ങനെയാണ് യൂസഫ് പട്ടാനെ പോലുള്ള ക്രിക്കറ്റർമാർ പോലും ബംഗാളിൽ മത്സരത്തിനെത്തിയത്. മറ്റൊരു കാരണം കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരിയുടെ ഒരു പ്രസ്താവനയുമാണ്. വോട്ട് നൽകുന്നതിലും നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന അധിർ രഞ്ജൻ ചൗധരിയുടെ പ്രസ്താവനയാണ് ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും അകറ്റിയത്. അതോടൊപ്പം മോദി മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ ഏകീകൃത സിവിൽ കോഡും പൗരത്വ ഭേദഗതി നിയമങ്ങളും കർശനമാക്കുമെന്ന പേടിയും CPM കോൺഗ്രസ് സഖ്യത്തിനോടടുത്ത ജനങ്ങളെ വീണ്ടും തൃണമൂലിന് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു. എന്തായാലും തോൽവിയിൽ തളരില്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എപ്പോഴും തങ്ങൾ കൂടെ കാണുമെന്നും ഇപ്പോൾ പാർട്ടി പറയുന്നു. എന്തായാലും പാർട്ടി തളരില്ലെന്ന് തന്നെയാണ് യുവ സ്ഥാനാർത്ഥികളും പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ എപ്പോഴും രംഗത്തുണ്ടാകുമെന്നും പാർട്ടിയെ തിരികെ ബംഗാളിൻ്റെ മണ്ണിൽ എത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ ബംഗാൾ ഘടകം പറയുന്നത്.